നിലമ്പൂരിൽ വോട്ടെടുപ്പിന് ഇനി 8 ദിവസങ്ങൾ മാത്രം. 8 ദിവസങ്ങൾ മാത്രമാണ് വോട്ടെടുപ്പിന് ഉള്ളത്. ഈ സന്ദർഭത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി UDFും സ്വരാജിന് വേണ്ടി LDFും PV അൻവറിന് വേണ്ടി തൃണമൂലും പ്രവർത്തനത്തിന് ഇറങ്ങും. അവരുടെ തലമുതിർന്ന നേതാക്കൾ തന്നെ എത്തും. 14-ന് പ്രിയങ്ക നിലമ്പൂരെത്തുകയും ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രചരണത്തിന് ആവേശമാവുകയും ചെയ്യും. മാത്രമല്ല, പ്രിയങ്കയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് അവലോകനം നടക്കും. PV അൻവറിന് വേണ്ടി എത്തുന്നത് തൃണമൂൽ MPയും മുൻ ക്രിക്കറ്റ് താരവുമായ യൂസഫ് പഠാനാണ്. യൂസഫ് പഠാൻ PV അൻവറിന് പ്രചരണത്തിന് വേണ്ടിയെത്തും. 13, 14, 15 തീയതികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ ഉണ്ടാകും. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ക്യാപ്റ്റനായി നിന്ന് ഏകോപിപ്പിക്കും. അതേസമയം UDF നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലാണ്. അവരെടുക്കുന്ന ഓരോ തീരുമാനവും അപകടത്തിലേക്ക് പോകുന്നു. ജമാഅത്തെ ഇസ്ലാമിയും ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ നല്ല ബന്ധമല്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ നേടാനുള്ള ശ്രമം UDF ആരംഭിച്ചു കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ വെർഷനായ വെൽഫെയർ പാർട്ടിയെ അസോസിയേറ്റ് പാർട്ടിയാക്കാൻ, വെൽഫെയർ പാർട്ടിക്ക് അസോസിയേറ്റ് അംഗത്വം കൊടുക്കാനൊക്കെയാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. RMPക്ക് മാത്രമാണ് UDF അസോസിയേറ്റ് അംഗം കൊടുത്തതും ഒരു സ്ഥാനാർത്ഥിയെ KK രമയെ നിർത്തിയതും. അത് KK രമയുടെ വില കൊണ്ടാണ് വിജയിച്ചത്. UDFിൻ്റെ വില കൊണ്ടല്ല, കോൺഗ്രസിൻ്റെ ശക്തി കൊണ്ടൊന്നും അല്ല. KK രമയ്ക്ക് ശക്തമായ ഒരു സഹതാപ തരംഗം അന്നുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടാനൊക്കെ UDF ശ്രമിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ സ്വരാജിനായിരിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പിന്നീട് BD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ചേർന്ന് വെൽഫെയർ പാർട്ടിയെ റാഞ്ചാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ആ ശ്രമം തുടരുകയാണ്. എന്തായാലും സ്വരാജ് ഇപ്പോൾ പ്രചരണത്തിൽ ഏറെ മുന്നിലാണ്. നിലമ്പൂരുള്ള പല സഖാക്കളും പറയുന്നത് സ്വരാജ് 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കും എന്നാണ്. 2ാം സ്ഥാനത്ത് അൻവർ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് പ്രത്യേകത. ആര്യാടൻ ഷൗക്കത്തിന് വലിയ എതിരുണ്ട്. മുസ്ലിം ലീഗിൽ തന്നെ വലിയൊരു എതിരുണ്ട്. UDFിൻ്റെ പ്രമുഖ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. അവർ തന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുന്ന അവസ്ഥ. സ്വരാജിനു വേണ്ടി എല്ലാ യന്ത്രങ്ങളും, പാർട്ടിയുടെ എല്ലാ മിഷനറികളും ചലിപ്പിക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് നിലമ്പൂർ അംഗത്തെ വ്യത്യസ്തമാക്കി മാറ്റുന്നത്. നിലമ്പൂർ അംഗം ഒരർത്ഥത്തിൽ CPMൻ്റെ അഭിമാന പോരാട്ടമാണ്. PV അൻവർ MLA സ്ഥാനം രാജിവെച്ച് LDFിൽ നിന്ന് വിട്ടുപോയപ്പോഴാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് വേദി ഒരുങ്ങിയത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെയും വിജയിച്ചു കയറുക എന്നുള്ളത്, ആ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് CPMൻ്റെ അനിവാര്യതയാണ്. ഭരണവിരുദ്ധ വികാരം കേരളത്തിലില്ല എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിലമ്പൂരിൽ സ്വരാജിൻ്റെ വിജയത്തിലൂടെ സാധിക്കും. എന്തായാലും പ്രിയങ്കയും യൂസഫ് പഠാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ നിലമ്പൂരിൻ്റെ ആവേശമായി മാറുമ്പോൾ മറ്റൊരു ആവേശം കൂടി സ്വരാജിന് വേണ്ടി ഇറങ്ങുന്നു. അത് മറ്റാരുമല്ല, അടിച്ചമർത്തപ്പെട്ടവരുടെയും അടിമകളുടെയും പാട്ടുകൾ പാടുന്ന വേടൻ സ്വരാജിന് വേണ്ടി പ്രചരണത്തിനിറങ്ങും എന്ന സൂചന ശക്തമായിരിക്കുന്നു. നിലമ്പൂരിലെ SFI കുട്ടികൾ വേടൻ്റെ പാട്ടുകൾ തെരഞ്ഞെടുപ്പ് വേദികളിൽ ആലപിക്കാൻ തയ്യാറായി നിൽക്കുന്നു. വേടൻ ഇറങ്ങിയാൽ അത് സ്വരാജിന് വലിയൊരു മുതൽക്കൂട്ടായി മാറും. വേടനെ കൊണ്ടുവരാൻ CPM ശ്രമിക്കുന്നുണ്ട്. വേടൻ വന്നില്ലെങ്കിലും വേടൻ്റെ പാട്ടുകൾ CPMൻ്റെ തെരഞ്ഞെടുപ്പ് വേദികളിൽ അലയടിക്കും. മുരുകൻ കാട്ടാക്കടയുടെ കവിതകളൊക്കെ, മനുഷ്യനാകണം എന്ന കവിതകളൊക്കെ CPMൻ്റെ വേദിയിൽ അലയടിച്ചതുപോലെ, അനിൽ പനച്ചൂരാൻ്റെ ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം എന്ന കവിത CPM വേദികളെ ഇളക്കി മറിച്ചതുപോലെ വേടൻ്റെ പാട്ടുകളും CPM വേദികളെ ഇളക്കി മറിക്കും. എന്തായാലും UDF അണ്ടർഗ്രൗണ്ട് കളി തുടങ്ങിക്കഴിഞ്ഞു. വെൽഫെയർ പാർട്ടിക്ക് അസോസിയേറ്റ് അംഗത്വം കൊടുത്തുകൊണ്ടുള്ള കളി. പക്ഷേ അതിലും ജമാഅത്തെ ഇസ്ലാമി 2 തട്ടാണ്, വെൽഫെയർ പാർട്ടിയും 2 തട്ടാണ്.
കാരണം ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്നത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പിതാവ് ആര്യാടൻ മുഹമ്മദാണ്. ആര്യാടൻ ഷൗക്കത്തും വെൽഫെയർ പാർട്ടിയെ ശക്തമായി ജമാഅത്തെ ഇസ്ലാമിയെയും ശക്തമായി വിമർശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ അവർ തള്ളിക്കളയുകയും സ്വരാജിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയും UDFും അടുക്കുന്നു എന്ന സൂചനകളാണ് ലഭ്യമാകുന്നത്. വെൽഫെയർ പാർട്ടിക്ക് അത്യാവശ്യം കുറച്ച് വോട്ടുണ്ട്. പക്ഷേ അവിടെയും വെൽഫെയർ പാർട്ടി രണ്ട് രീതിയിലാണ് നിൽക്കുന്നത്. ആര്യാടൻ മുഹമ്മദിന് പിന്നാലെ ആര്യാടൻ ഷൗക്കത്തും ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും ശക്തമായി വിമർശിച്ചിരുന്നു. അതൊക്കെ വെൽഫെയർ പാർട്ടി പ്രവർത്തകരുടെ മനസ്സിലുണ്ട്. ഈ സാഹചര്യത്തിൽ വെൽഫെയർ പാർട്ടി വല്ലാത്തൊരു പ്രതിസന്ധി തന്നെ നേരിടും. ഒരുപക്ഷെ അത് രണ്ടായി പിളരാനുള്ള സാധ്യത പോലുമുണ്ട്. അത്ര ഗുരുതരമാണ് വെൽഫെയർ പാർട്ടിയുടെ സ്ഥിതിവിശേഷം. UDF ആകട്ടെ കോൺഗ്രസ് ആകട്ടെ അവർക്ക് അസോസിയേറ്റ് അംഗത്വം നൽകി അസോസിയേറ്റ് ഘടകകക്ഷിയായി അവരെ മാറ്റാനുള്ള ശ്രമത്തിലാണ്. അതിനുള്ള ചർച്ചകളൊക്കെ പൊടി പാറുകയാണ്. എന്തായാലും സ്വരാജിന് വേണ്ടി വേടനിറങ്ങും, ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രിയങ്ക ഗാന്ധി ഇറങ്ങും, അൻവറിന് വേണ്ടി PV അൻവറിന് വേണ്ടി യൂസഫ് പഠാൻ ഇറങ്ങും. മാത്രമല്ല 13, 14, 15 തീയതികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരെത്തുകയും അദ്ദേഹം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തന്ത്രം മെനയുകയും ഒക്കെ ചെയ്യും. ചുരുക്കത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനും ഇല്ലാത്ത ഒരു പ്രത്യേകത നിലമ്പൂരിനുണ്ട്. ഇതൊരു ത്രികോണ മത്സരമാണ്. 3 ശക്തികൾ മത്സരിക്കുന്നു. അവിടെ സ്വരാജിന് മുൻതൂക്കമുണ്ടെന്ന് പറയുമ്പോഴും അൻവർ പ്രചരണത്തിൽ ഒട്ടും പിറകിലല്ല. അൻവർ മാത്രമല്ല, ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രചരണവും പൊടിപൊടിക്കുന്നുണ്ട്. എന്തായാലും നിലമ്പൂരിലെ സഖാക്കൾ വേടനെ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായാണ് പൊളിറ്റിക്സ് കേരളയോട് പങ്കുവെച്ച വിവരം. വേടൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, വേടൻ സ്വരാജിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് സ്വരാജിൻ്റെ മൈലേജ് കൂട്ടും. എന്ത് വന്നാലും LDFന് സീറ്റ് നിലനിർത്തിയേ പറ്റൂ നിലമ്പൂരിൽ. അല്ലെങ്കിൽ അവർക്ക് വലിയൊരു നാണക്കേടായി മാറും. കാരണം ഇലക്ഷന് മത്സരിക്കാതെ മാറി നിന്ന സ്വരാജിനെയാണ് അവർ മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത്. സ്വരാജിനെ മത്സരരംഗത്ത് ഇറക്കിക്കൊണ്ടുള്ള LDFിൻ്റെ കളി, CPMൻ്റെ കളി, അത് UDFനെ ഞെട്ടിച്ചു കളഞ്ഞു. സ്വരാജ് എതിരാളിയായി വരുമെന്ന് UDF ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതേസമയം കോൺഗ്രസിനുള്ളിൽ പാളയത്തിൽ പട ആരംഭിച്ചിരിക്കുന്നു. VS ജോയിയെ അനുനയിപ്പിച്ച് കൂടെ നിർത്തിയിരിക്കുകയാണ് സതീശൻ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS ജോയിക്ക് സുരക്ഷിത മണ്ഡലത്തിൽ സീറ്റ് നൽകാം എന്നൊക്കെയാണ് അദ്ദേഹത്തിന് കൊടുത്ത ഓഫർ. അല്ലെങ്കിൽ VS ജോയ് ഇടഞ്ഞു തന്നെ നിന്നനെ. എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് ആദ്യമൊന്ന് മുന്നേറിയെങ്കിലും പിന്നീട് കിതയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സ്വരാജ് നിലമ്പൂരിൽ വണ്ടി ഇറങ്ങിയതോടുകൂടി CPM അണികൾ ആവേശത്തിലാണ്. പാർട്ടി ചിഹ്നത്തിൽ സ്വരാജ് മത്സരിക്കുക എന്നുള്ളത് അവർക്ക് ആവേശം കൂട്ടുന്ന ഘടകമാണ്. മാത്രമല്ല സ്വരാജിൻ്റെ ആ വ്യക്തിത്വം വളരെ ശ്രദ്ധേയവുമാണ്. KR മീരയെ പോലെയുള്ള എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമൊക്കെ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററായ സ്വരാജിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു. ഇതിനൊപ്പമാണ് വേടൻ ഇറങ്ങും എന്ന ശക്തമായ സൂചന ലഭിക്കുന്നത് നിലമ്പൂരിൽ നിന്ന്. വേടൻ ഇറങ്ങിയാൽ അതൊരു തരംഗമായി മാറും. സ്വരാജിന് വേണ്ടി വേടൻ ഇറങ്ങിയാൽ അത് തരംഗമല്ല, അതൊരു കോളിളക്കമായി, അതൊരു തീക്കാറ്റായി നിലമ്പൂരിൽ പടർന്നിറങ്ങും.